ധന്യമീ ജീവിതത്തിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ധാരാളം പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് മനുഷ്യർ തമ്മിൽ ഐക്യമുണ്ടാകണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് പല മാറ്ററാ. എല്ലാവരും പൊരുത്തപ്പെടണം, ഐക്യമുണ്ടാവണം എന്നൊക്കെ. ഇന്ന് ചിന്തിക്കുന്നത് നേരെ എതിരാ. ഐക്യം എന്ന് പറഞ്ഞ് നടക്കണ കാര്യമല്ല. ഇന്നത്തെ ആലോചന അങ്ങട്ടാ പോകണം. ഞാനും എന്റെ ഭാര്യയും കൂടി ഐക്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഐക്യം? രണ്ടുപേരും ഒരേമാതിരി ഡ്രസ് ചെയ്യും, ഒരേ സമയത്ത് രണ്ടുപേരും അടുക്കളയിൽ കയറി, ഒരേ അളവിൽ ആഹാരം കഴിക്കുക. ഈ ഭൂമിയിൽ ഐക്യം എന്നുണ്ടെന്നില്ല. 5 വിരലുകൾ പോലും ഒരുപോലെയല്ല. ഭാര്യയ്ക്കൊരഭിപ്രായം, ഭർത്താവിന് വേറെ അഭിപ്രായം, മക്കൾ 2 പേർക്കും 2 അഭിപ്രായം. ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞു, ഭാര്യ ഒരു പാർട്ടി, ഭർത്താവ് വേറെ പാർട്ടി, മക്കൾ 2 പേരും വേറെ 2 പാർട്ടി. എങ്ങനെയുണ്ട്? പറയാൻ പറ്റുമോ നമുക്ക്? 2 ഇലകൾ പോലും ഒരേപോലെയല്ല. മാവിന്റെ ഇലകള് ഒരേമാതിരി 2 ഇല ഉണ്ടാവില്ല. വിരലടയാളങ്ങളൊക്കെ വ്യത്യാസമല്ലേ? ഒരു വിരലിന്റെ അടയാളം, എന്റെ ആത്മകഥയുടെ പേര് തന്നെ ടൂറി ബുക്സാണ് പുസ്തകം ഇറക്കിയത്. എന്റെ വിരലടയാളം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എന്റേതായിട്ടുള്ള എന്റെ തനിമ എന്നാണ് ഉദ്ദേശിച്ചത്. വിരലടയാളം എന്ന് പറയുന്നത്. അഴിക്കോട് മാഷ് ഒരു തവണ യാത്രാവേളയിൽ ഒരു തമാശ പറഞ്ഞു ഓർക്കുന്നുണ്ട്. 2 ചൈനക്കാര് പോലും ഒരുപോലെയല്ലാതെ. തമാശ പറഞ്ഞ ഞാൻ ചിരിച്ചു. നമ്മൾ വിചാരിച്ചു ചൈനക്കാരൊക്കെ ഒരേമാതിരിയാണ്. തമാശ പറഞ്ഞതാ. 2 ജീവിതങ്ങൾ ഒരേമാതിരി വരില്ല. ഒരേ വാസന കൊണ്ട് 2 പേരും സ്ഥലത്ത് ചെന്നാൽ അവരുടെ വ്യത്യസ്ത വാസനകളാണ്. അതുകൂടാതെ നമുക്ക് ഏറ്റവും വെറുപ്പ് ആരോടാണെന്ന് അപ്പൊ നമ്മുടെ വിചാരം എന്താ അറിയോ? നമ്മുടെ ആശയങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരോടും നാട്ടുകാരോടാണ് വെറുപ്പ്. ഒരു വക്കീലിന് ഏറ്റവും വെറുപ്പ് ആരോടാണ്? എല്ലാ വക്കീൽമാരെ പറ്റി പറഞ്ഞല്ല, ഒരു ഉദാഹരണം പറയാൻ പറയും. അയാളെ പോലെ സൈൻ ചെയ്യുന്ന വേറെ വക്കീലിനോട്. ഒരു ഡോക്ടർക്കോ തന്റെ അതേ തുല്യതയിൽ വരുന്ന വേറെ ഡോക്ടറോട്. ഒരു നടനോ, ഒരു നടൻ പറഞ്ഞ വരിയാണ്, അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റവനോട് പോയി പറ. ആരോട്? പേര് പറയുന്നില്ല, മറ്റവനോട് പോയി പറ. ആരാ മറ്റവന്നറിയോ? ഇയാൾക്ക് തുല്യമായിട്ടുള്ള വേറെ നടനെ പറ്റിയാ പറഞ്ഞത്. ചുരുക്കത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നമ്മളുടെ വിചാരം അയാളെ എതിരാണോ? ഒരു സാഹിത്യകാരനെ കണ്ടുകൂടാത്ത ആരെയാ? ബുദ്ധിക്കാരനെ. ഞാനൊരു എഴുത്തുകാരനാണ്. എനിക്ക് ഗുസ്തിക്കാരോട് വല്ല വിരോധമുണ്ടോ? ക്രിക്കറ്റ് കളിക്കാർ ആരാനറിയില്ല. എന്റെ സ്വഭാവ ഗുണവുമായിട്ട് ചേർന്ന് വരുന്ന വ്യക്തിയോടല്ലേ ഏറ്റവും ശത്രുത? നോവലും കഥയൊക്കെ എഴുതുമ്പോൾ പലവരും പല ടൈപ്പാണ്. താരതമ്യേന മാനുഷിക മൂല്യങ്ങൾക്കും
തത്വചിന്തകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തത്വജ്ഞാനി ആയ വ്യക്തിയോട് അപ്രിയം തോന്നില്ലേ? എല്ലാവർക്കും അവരുടേതായുള്ളവരോടാണ് ഇഷ്ടമില്ലാത്ത. ഒരു സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇവളോടനുബന്ധിച്ചുള്ളൊരു സൗന്ദര്യമുള്ള വേറൊരു സ്ത്രീയല്ലേ? വനത്തില് ഒരു വൃക്ഷത്തിന്റെ മുകളില് ആ തടിയിൽ ഇങ്ങനെ ധാരാളം വരകള് ഉള്ള ഒരു വൃക്ഷമുണ്ട്. വൃക്ഷങ്ങളെ കുറിച്ച് പഠിക്കുന്ന വ്യക്തി ഒരു കാര്യം കണ്ടുപിടിച്ചു. ശരീരത്തിൽ ഇതുപോലെ വരയുള്ള പുലികള് അവിടെ പോയിട്ട് മാന്തി പൊളിക്കും. എന്റെ മാതിരി വരയോ അവിടെ? ഇത് നമ്മൾ കണ്ടുവരുന്നില്ല. ഇത്രയും കഴിഞ്ഞ് നമ്മൾ പറയും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളെ പോലുള്ള ഒരാളാ. നിങ്ങളുടെ അതേമാതിരി നിങ്ങൾക്ക് വേറെ ആള് മതി. ഇത് നമ്മൾ ഒളിപ്പിച്ച് വെക്കും. ഏത് രംഗമെടുത്താലും പാട്ടുകാരൻ പറഞ്ഞ വരിയാണ്. വേറൊരു പാട്ടുകാരൻ എന്തായിട്ടുണ്ടാന്ന് പാടുമ്പോ ആളുകൾ കൂവല്ലേ ചെയ്യാ, കുറെ പേര് എണീറ്റ് പോവല്ലേ ചെയ്യാ. മറക്കാൻ കഴിയില്ല. സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്നോട് പറയണം, അതേമാതിരി സീനിയർ, ഇയാളെയൊക്കെ ഒരു 10 കൊല്ലം സീനിയറാണ്. തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ VR? തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ആരെ പറ്റി പറഞ്ഞതെന്ന് ആലോചിക്കണം. നമ്മളൊക്കെ അങ്ങനെ പറയുന്നതല്ല. അപ്പൊ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുമ്പോ അതിലേക്ക് വരണല്ലോ. ഐക്യമില്ല, നമുക്ക് നമ്മുടെ മാതിരിയുള്ളവരെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഐക്യം വേണ്ടേ? അതിന്റെ പേരാണ് സഹിഷ്ണുത. സഹിഷ്ണുത എന്ന ഗുണം വേണം. അതിൽ ശരിയുണ്ട്. വേറൊരു ജ്ഞാനത്തിൽ ശരിയുണ്ട്. വായനാശീലം വേണമെന്ന് പറയാൻ കാരണം അനവധി ശരികളുണ്ട്. എനിക്ക് ബാല്യം മുതലേ വായിക്കുക എന്നുള്ളത് എന്റെ ഭ്രാന്താണ്. വായിച്ചുകൊണ്ടേയിരിക്കും. ഒരാളെ കിട്ടിയാൽ അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ടേ ഇരിക്കും. പണ്ട് കുറച്ചു കാലൊക്കെ മുണ്ടശ്ശേരി മാഷ്, TN ജയേന്ദ്രൻ IAS ഒക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള ഒരു കാലമുണ്ട്. കാണുമ്പോ കുശലം ചോദിക്കപ്പോ ഏത് പുസ്തകമാണ് വായിക്കുക, പേരാ വായിക്കണമെന്നാ ചോദിക്കുക. വായിച്ച കുശലം. അനവധി കാര്യങ്ങളിലുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ള വാക്കല്ല, സഹിഷ്ണുത. ഭാഗവതം വായിക്കണം, രാമായണം വായിക്കണം. ജയകൃഷ്ണമൂർത്തിയുടെ കൃതികള് ഒരു ഭ്രാന്തെടുത്ത പോലെയാണ് വർഷങ്ങളോളം ഞാൻ വായിച്ചത്. ജയകൃഷ്ണമൂർത്തി, രമണ മഹർഷി, ആയുർവേദം, സിദ്ധവൈദ്യം, മൂത്രചികിത്സ ഒക്കെ വെറൈറ്റി നമുക്ക് തോന്നിയിട്ട് ഒന്ന് വേറൊന്നിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിലും സത്യങ്ങൾ ഉണ്ട്. ആയുർവേദം പ്രകൃതി ചികിത്സയായിട്ട് ചേർന്ന് നോക്കും. പ്രകൃതി ചികിത്സയിൽ എനിക്ക് താല്പര്യമുണ്ട്. അലോപ്പതി മോശമാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഒരു പരിക്ക് പറ്റിയാലോ, വലിയൊരു പ്രോബ്ലം വന്നാലോ, ഒരു കാർ അപകടം ഉണ്ടായി, അപകടത്തിൽപ്പെട്ടവരെ ആയുർവേദ ആശുപത്രിക്കാണോ കൊണ്ടുപോവുക? അങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത്? ഏറ്റവും നല്ല ശാസ്ത്രമാണ്, ധാരാളം റിസർച്ച് നടത്തുന്നു. അലോപ്പതിയെ കുറ്റം പറയരുത്. ഒന്നിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ വേറൊന്നിനെ കുറ്റമാണ് എന്നൊരു ധാരണ നമുക്ക് അരുത്. അലോപ്പതി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അലോപ്പതിക്കാരത് മനസ്സിലാക്കണം, ആയുർവേദത്തിൽ അത്ഭുതങ്ങൾ ഉണ്ട്, പ്രകൃതി ചികിത്സയിലുണ്ട്. ഈ സഹിഷ്ണുതാബോധം
നാം വളർത്തി എടുക്കണം. നമ്മളെ പോലെ സിദ്ധിയും കഴിവുള്ള വേറെ ആളുകളുണ്ടാവും. ഐക്യം എന്ന് പറഞ്ഞാൽ ഈ സഹിഷ്ണുതാ ബോധമാണ്. അതിൽ സത്യമുണ്ട്. ഒരു തവണ ഒരു കാര്യം പറയുന്ന ആള് പിറ്റേ ദിവസം നേരെ തിരിച്ചും ചിന്തിക്കാനുള്ള സാഹചര്യം തരും. വക്കീലുമാരില്ലേ, രണ്ടു ഭാഗത്തും ന്യായീകരണങ്ങൾ ഉണ്ടാവും. ആ വ്യക്തിക്ക് പറയാനുള്ള ന്യായീകരണം കൂടി കേൾക്കണം. ടെറസിന്റെ മുകളില് നിൽക്കുമ്പോ ഒരു തുണി താഴോട്ട് വീണു, അതിന് വീട്ടമ്മ ശകാരിച്ചു എന്ന് ജോലിക്കാരി. കാര്യം അറിഞ്ഞപ്പോഴാണ് തുണി മാത്രമല്ല വീണത്, അയാളുടെ കുട്ടിയും കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. അത് ആദ്യം പറയൂ. തുണി കീഴ്പ്പെട്ട് വീണത്. അനവധി ശാസ്ത്രങ്ങളുണ്ട്, അനവധി വിജ്ഞാനങ്ങളുണ്ട്. നമുക്കുണ്ടാകേണ്ടത് സഹിഷ്ണുത എന്ന ഗുണമാണ്. അതിലും സത്യമുണ്ട്. തീർച്ചയായിട്ടും വായനാശീലം അതിലേക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.